നമ്മൾ ഓരോരുത്തരെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാവും. നമ്മളെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവും. പൈസ, സമ്പത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാവും. നമ്മുടെ അസുഖങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ കുറെ എല്ലാത്തിനെ കുറിച്ചും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്നത്, നമ്മുടെ സമ്പത്തിനെ നോക്കിക്കാണുന്നത്, നമ്മുടെ ശരീരം, നമ്മുടെ അസുഖങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കാണുന്നത് അത് വെച്ചിട്ടാണ്. അപ്പൊ ഇതില് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് നമ്മുടെ വിശ്വാസങ്ങളിൽ തെറ്റായ വിശ്വാസ സംഹിതകൾ കേറിക്കൂടിയാല് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല. അതില് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അതിൽ ഒന്നാമത്തെ, ഞാൻ ഫസ്റ്റ് ഡേ ക്ലാസ് വന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം. ഒരു ലേഡി വന്നിട്ട് അവർക്ക് കുട്ടികളെ ഇഷ്ടമല്ല. കുട്ടികള് അവളുടെ മൈൻഡിൽ ട്രോമയായിട്ട് കേറി കൂടപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ ഇഷ്ടമല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ശരീരത്തിന് കുട്ടികളെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. AMH ഹോർമോണിന്റെ അഭാവം അവരിലുണ്ട്. ആ AMH ഹോർമോൺ നമ്മൾ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ ചികിത്സയില്ല. അത് പ്രശ്നം സംഭവിക്കുന്നത് കുട്ടികളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇൻഫെർട്ടിലിറ്റി, കുട്ടികളില്ലാത്ത അവസ്ഥയാണ് ആ ലേഡിക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ മനസ്സില് നമ്മൾ അറിയാതെ ഒരുപാട് വിശ്വാസ സംഹിതകൾ കേറിക്കൂടിയിട്ടുണ്ട്. കുറെ ആൾക്കാർ പറയാറുണ്ട്, പൈസ വന്നാല് സമാധാനം പോകുമെന്നല്ല. പൈസ വന്നാൽ സമാധാനം പോവോ? നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും വലിയൊരു വിശ്വാസം നിങ്ങളുടെ അകത്ത് ആർക്കെങ്കിലും ഉണ്ടോ? ജസ്റ്റ് കമന്റ് ചെയ്യാ. പൈസ വന്നാല് നമ്മുടെ മനസ്സമാധാനം പോവോ? ഓക്കെ, അങ്ങനത്തെ വിശ്വാസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പൈസ വന്നു കഴിഞ്ഞാല് നമ്മുടെ മനസ്സമാധാനം പോവോ? വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ചാറ്റ് ബോട്ട് എടുത്ത് എല്ലാവരും ചാറ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ ഇതില് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് വരിക. ഓക്കെ, അല്ലെങ്കിൽ കേക്കല് മാത്രല്ലേ ഉണ്ടാവുള്ളൂ, ഇതിലേക്ക് നിങ്ങൾ ഇൻവോൾവ്ഡ് ആവുള്ളൂ. ഓക്കെ, പൈസയെ കുറിച്ച് അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ ആൾക്കാർക്ക് വെക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അസുഖങ്ങളെ കുറിച്ച് എടുത്താല് ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്, ഇതൊക്കെ പാരമ്പര്യമായിട്ട് അസുഖങ്ങൾ എനിക്ക് വരാനുള്ളതാണ്. ഷുഗർ ആയിരുന്നാലും, പ്രഷർ ആയിരുന്നാലും, കൊളസ്ട്രോൾ ആയിരുന്നാലും, ഫാറ്റി ലിവർ ആയിരുന്നാലും, വൈറൽ അസുഖങ്ങളായിരുന്നാലും, അൽഷിമേഴ്സ്, അങ്ങനെ 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 എണ്ണിയാൽ തീരാത്ത ഒരുപാട് അസുഖങ്ങള് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് വരുമെന്ന് ചെറുപ്പത്തിലെ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ച് വിടുകയാണ്. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വീട്ടിൽ അത്തരം അസുഖങ്ങളുള്ള ആളുകളെ കാണുകയും കൂടി ചെയ്താല് അവരുടെ മനസ്സില് ഈ സംഭവങ്ങളൊക്കെ കോഡ് ചെയ്യപ്പെടും. ഇത് കോഡ് ചെയ്യപ്പെട്ടിട്ട് ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ അസുഖങ്ങൾ വരും. നമ്മളെന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, നമ്മൾ എന്തിനു വേണ്ടി ചിന്തിക്കുന്നോ അതായിട്ട് നമ്മൾ മാറും. വാട്ട് യു തിങ്ക്, അതാണ് നിങ്ങള്. അതേപോലെ തന്നെ നിങ്ങൾ നാളെ ആവാനിരിക്കുന്നതും നിങ്ങളുടെ ചിന്തകളാണ്. ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ചിന്തകളുടെ പവർ എന്താണെന്നുള്ളത്. നമ്മുടെ ഹാർട്ടിനെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല, നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ നിയന്ത്രിക്കുന്നത് നമ്മളല്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിന്, ബോധതലത്തിന് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള മനസ്സിനൊക്കെ നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡുകളാണ്. അവിടെ കാര്യങ്ങൾ ക്ലിയർ അല്ല. അവിടെ നിങ്ങളുടെ വിശ്വാസങ്ങൾ കയറ്റി വിട്ടാല് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത്തരം അസുഖങ്ങൾ വരാം. സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിച്ചാല് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ബന്ധങ്ങളില് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വിശ്വാസ സംഹിതകളല്ല നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല. ലൈഫ് എപ്പോഴും സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കും. അതിന്റെ കാരണം, നിങ്ങൾ വിചാരിച്ചൊരു ലൈഫിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള കാരണം നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് ആണ്. ബിലീഫ് സിസ്റ്റംസ് എവിടുന്നൊക്കെ വരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാം. ഒന്ന്, നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ വരാം. ചെറുപ്പകാലത്ത് സംഭവിച്ച ട്രോമകൾ വരാം. നമുക്ക് ആവശ്യത്തിന് സ്നേഹം കിട്ടാത്ത ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ വന്ന അവസ്ഥകളിൽ നിന്ന് വരാം. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ചെറുപ്പകാലത്ത് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് വന്ന സംഭവങ്ങൾ വരാം. അത് മാത്രല്ല, നിങ്ങളെ ഗർഭസ്ഥ ശിശുവിനെ
കേൾക്കാൻ സാധിക്കും. അതറിയാമോ നിങ്ങൾക്ക്? ഗർഭസ്ഥ ശിശുവിന് നമ്മള് പുറത്തുനിന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കും. ഓക്കെ. ചാറ്റ് ബോട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എല്ലാരും? ഓക്കെ. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരുപാട് ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാവും. ഈ ബിലീഫ് സിസ്റ്റംസ് നമ്മുടെ മനസ്സിന്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിന്റെ അകത്ത് ഈ സംഭവങ്ങൾ കടന്നിങ്ങനെ കറങ്ങും. നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് നീങ്ങാൻ പറ്റില്ല. അതേപോലെ തന്നെ അസുഖങ്ങളുടെ കാര്യത്തിലായിരിക്കലാലും സ്ഥിരം നമ്മൾ ഈ അഫർമേഷൻസ് എന്റെ അസുഖങ്ങൾ മാറില്ല. ഇപ്പൊ ഈ അസുഖങ്ങളുടെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാല് ഇപ്പൊ ഷുഗർ, പ്രഷർ ഇങ്ങനത്തെ അസുഖങ്ങള്, അതേപോലെ തന്നെ നടുവേദന, ബാക്ക് പെയിന്, സൈനസൈറ്റിസ് ഈ അസുഖങ്ങൾക്കൊന്നും മരുന്നില്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളുടെ മൈൻഡിലേക്ക് അത് ശരിക്ക് കയറ്റി വിടണം. അതിലൊക്കെ പറയുന്നത് അതിന് ചികിത്സിക്കാൻ മരുന്നില്ല എന്ന് മാത്രമാണ്. ഈ അസുഖങ്ങൾ മാറില്ല, ഈ അസുഖങ്ങൾക്ക് ചികിത്സയില്ല, ഇത് മാറില്ല എന്ന് സയൻസ് പോലും എവിടെയും പറയുന്നില്ല. ഇതിന് മരുന്നില്ല. കാരണം ഈ അസുഖങ്ങളൊക്കെ ഈ പറയുന്ന ഭൂരിഭാഗം അസുഖങ്ങളും വരുന്നത് നമ്മുടെ മൈൻഡ് ട്രോമയിൽ നിന്നും മെന്റൽ ചിന്തകളിൽ നിന്നും ഒക്കെയാണ് ഇത് ഉണ്ടായി വരുന്നത്. നമ്മുടെ ഡിപ്രഷൻ, ആങ്സൈറ്റി, ടെൻഷൻ ഇതിനൊക്കെ തൽക്കാലം മരുന്നുള്ളൂ. ഇതിന് പൂർണ്ണമായിട്ടും മാറ്റാൻ ചികിത്സ ഇല്ല എന്ന് പറയുമ്പോൾ അത് ചികിത്സ ആവശ്യമുള്ള അസുഖങ്ങളല്ല. ഇതിന് വേണ്ടത് നമ്മുടെ മൈൻഡിലെ ചിന്തകളെ റീവയർ ചെയ്തിട്ട് മാറ്റേണ്ട അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് മരുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അധികം ആൾക്കാർ എന്ത് വിചാരിക്കും? ഇതിന് മരുന്നില്ല, ചികിത്സയില്ല, ഇനി ഞാൻ ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, ലൈഫ് ഇങ്ങനെ ജീവിച്ചു പോവാ, ഇതേപോലെ ജീവിക്കാൻ എനിക്ക് പറ്റുള്ളൂ എന്നുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് 40, 50 ഷുഗർ ഡയഗ്നോസ്, ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകള്. അതൊക്കെ മറന്ന് ജീവിച്ച ആളുകള് 60, 70, 80 വയസ്സിലും ചുറുചുറുക്കോടെ ജീവിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് സംഭവിക്കുന്നത് ഇത് ആ സമയത്ത് കുറച്ച് കഴിഞ്ഞാല് നമ്മള് വീണ്ടും മരുന്ന് കുടിക്കുമ്പോ നമ്മൾ അഫർമേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മള്. എനിക്ക് അസുഖങ്ങളുണ്ട്, ഈ അസുഖം മാറില്ല, എനിക്ക് വേറൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. ഈ ഒരു ബോധതലം നമ്മൾ മാറ്റണം. നമ്മുടെ അകത്ത് ആണിയടിച്ച് കയറ്റിയിരിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങളെ നമ്മൾ എടുത്ത് ദൂരേക്ക് എറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഹെൽത്തി, ഹാപ്പി, ക്ലിയർ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവബോധം എന്ന് പറഞ്ഞാൽ. അവബോധം ശരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാലേ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതാണ് അവബോധത്തിന്റെ ശക്തി. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ. കുറച്ച് പേര് ക്ലിയർ യെസ് കമന്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പം അതാണ്. കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ചെയ്യുക, യെസ് കമന്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ. അപ്പൊ അവബോധത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രമല്ല, നിങ്ങളുടെ അസുഖങ്ങളിൽ മാത്രമല്ല. ചിലര് ചെന്ന് ചോദിക്കും ഈ അസുഖം മാറോ, ആ അസുഖം മാറോ, മറ്റേ അസുഖം മാറോ, അങ്ങനെയല്ല. ഏത് അസുഖം എടുത്താലും അതിന്റെ കാരണം എടുത്തു നോക്കിയാല് നമ്മുടെ മനസ്സിലുള്ള ഇത്തരം വിശ്വാസ സംഹിതകളും നമ്മുടെ ചിന്തകളിൽ ഇത്തരം സംഭവങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പൊ ഓൺലൈനിൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു സംഭവം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് നോക്കൂ, ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവാം, ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു അസുഖങ്ങൾ ഉണ്ടാവാം, ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദീർഘകാല രോഗിയായിരിക്കാം എന്ന് നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹെൽത്ത് ആങ്സൈറ്റി എന്ന് പറയും, ഉത്കണ്ഠ വർദ്ധിക്കും. അമ്പോ എനിക്ക് ആ അസുഖമുണ്ടോ, ഈ അസുഖമുണ്ടോ. ശരിക്കില്ലേ നമ്മള് ഒരു കണക്ക് എടുത്ത് നോക്കിയാലില്ലേ മലയാളികള് ഹെൽത്ത് ഇൻഫർമേഷൻ, ആരോഗ്യപരമായിട്ടുള്ള ഡാറ്റ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലാണ്. നമ്മൾ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഗൂഗിളിൽ കയറി തപ്പും. അപ്പൊ അതിന് ഗൂഗിളിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാല് അത് ആദ്യം തന്നെ വലിയ അസുഖങ്ങളാ കാണിക്കുക. ക്യാൻസർ കഴിഞ്ഞിട്ട് ബാക്കി ചെറിയ ചെറിയ അസുഖങ്ങൾ കാണിക്കുക. പരമാവധി എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരിക്കുക കേട്ടോ. ഓക്കെ. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് വരിക. വീഡിയോ ഓൺ ആക്കിയിരിക്കുക. ഓക്കെ. പരമാവധി ആളുകൾ
എല്ലാവർക്കും വീഡിയോ ഓൺ ആക്കാൻ സാധിക്കില്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ദാറ്റ്സ് ഓക്കെ. പരമാവധി ആളുകൾ വീഡിയോ ഓൺ ആക്കിയിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹെൽത്ത് ഇൻഫർമേഷൻ ഒരുപാട് ആവശ്യത്തിനും അനാവശ്യത്തിനും, രോഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങള്, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്ത തലയിൽ കയറ്റി വെച്ചാല് നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പം, ചെറിയ ടെൻഷൻസ് വരുമ്പോൾ, ചെറിയ വേദനകൾ വരുമ്പം, അതല്ലെങ്കിൽ വയറൊന്നു പോകുന്നതോ ബാക്കിയുള്ള സംഭവങ്ങളോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോഴത്തിന് നമുക്ക് ഓട്ടോമാറ്റിക്കലി പേടി വരാൻ തുടങ്ങും, ആങ്ഷ്യസ് ആവാൻ തുടങ്ങും. നമ്മള് എനിക്ക് ഈ അസുഖം ഉണ്ടോ, ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളാണോ ഇതൊക്കെ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഒരുപാട് ടെൻഷൻസ് അടിക്കാൻ തുടങ്ങും. അപ്പം അവബോധം ശരിക്കും നിലനിർത്താനുള്ള ഒരു വഴി പറഞ്ഞാൽ, ഒരുപാട് ഹെൽത്ത് ഇൻഫർമേഷൻസ് നിങ്ങൾ ഡെയിലി ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഉപയോഗം കുറച്ച് കുറക്കുക. ഇത്രയധികം ഹെൽത്ത് ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചോളൂ അവരുടെ. ബാക്കിയുള്ള അത്രയും ഇൻഫർമേഷൻ ഒന്നും നമ്മൾ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മുടെ തലയിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു അവബോധമാണ്. ഈ സംഭവങ്ങളെല്ലാം, ഈ ശരീരത്തിന്റെ നിയന്ത്രണം, എൻ്റെ കൈകളെ എങ്ങനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു, അതുപോലെ എൻ്റെ അബോധതലങ്ങൾക്ക്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിനെ സോൾ എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും, അതിൻ്റെ പവറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ പ്രശ്നങ്ങള്, മനസ്സിനകത്തുള്ള ട്രോമകള് എല്ലാം ഹീല് ചെയ്ത് മാറ്റാൻ സാധിക്കും. സാധിക്കും. അതാണ് നിങ്ങൾക്കുള്ള അവയർനെസ് എന്ന് പറഞ്ഞാൽ. അവയർനെസ്, അവബോധം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ പവറിൽ ഒരുപാട് ആളുകൾ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒപ്ര വിൻഫ്രെ അറിയാം നിങ്ങള്? അതേപോലെ തന്നെ ആപ്പിളിന്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് അറിയോ നിങ്ങൾക്ക്? ഇവരൊക്കെ ജീവിതത്തില് ഇതുവഴിയാണ് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇല്ല, ഇതിൽ ഒരുപാട് ഐഫോൺ യൂസേഴ്സ് ഇല്ലേ? ഓക്കെ, യെസ്. കമന്റ് വരുന്നത്, എന്റെ കേസർ മേലെ പോയതുകൊണ്ടാണ്. കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ. സ്റ്റീവ് ജോബ്സ് 2003 പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിച്ചു. സ്റ്റീവ് ജോബ്സ് എന്നോട് ബാക്കിയുള്ള ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു ഇതിന് ചികിത്സയില്ല. സ്റ്റീവ് ജോബ്സ് അവിടെ കൊണ്ട് നിർത്തിയില്ല. എൻ്റെ അസുഖത്തെ, ഇത്രയും വലിയ ആപ്പിൾ സാമ്രാജ്യം സ്ഥാപിച്ച എനിക്ക് ഇതിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ പറ്റില്ല, 1 മാസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ സ്റ്റീവ് ജോബ്സ് വീണ്ടും ഒരുപാട് വർഷങ്ങൾ ജീവിച്ചു. അത് ഈ അഫോമേഷന്റെ പവറാണ്, നമ്മുടെ അവയർനെസിന്റെ, അവബോധത്തിന്റെ പവറാണ്. ഈ ഒരു അവബോധം നമ്മുടെ മനസ്സിന്റെ അകത്തേക്കും ആഴത്തിൽ കയറേണ്ടതുണ്ട്. ഒറ്റയടിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ കയറില്ല, നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ചിലവർക്ക് അത് അഫോമേഷൻസ് നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും, എങ്കിലേ മനസ്സിന്റെ അകത്തേക്ക് കയറുള്ളൂ. ചിലർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ഏത് തരത്തിലായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു പവർ കൊണ്ട്, ഈ ഒരു അവബോധത്തിന്റെ പവർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിപ്ലവങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. അതിന് വേണ്ടത് നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പോ നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്താണ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഉള്ള പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്? ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെക്കുക. പ്രധാനപ്പെട്ട കീ ബുദ്ധിമുട്ടായിട്ടുള്ള 3 എണ്ണെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. 3 ബുദ്ധിമുട്ടുകൾ. ഓക്കെ. ബുക്കും പെന്നും ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല, നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കെങ്കിലും ചെയ്യാം. പ്രധാനപ്പെട്ട 3 ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ്? ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, കല്യാണം ശരിയാത്തവരുണ്ടാവും, അതല്ലെങ്കിൽ അസുഖങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും, മാനസിക പ്രശ്നങ്ങൾ, ടെൻഷൻ, ആങ്സൈറ്റി ഉണ്ടായിരിക്കും, വീട് വെക്കാൻ ബുദ്ധിമുട്ടിക്കുന്നവര്, വാടക അടക്കാൻ പ്രശ്നമുണ്ട്, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിലാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും ആദ്യത്തെ 3 എണ്ണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെക്കുക. കുറിച്ച് വെച്ചോ? കമന്റ് യെസ്. ഓക്കെ. എല്ലാവരും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? അതോ എന്തൊക്കെയോ അവിടെ കിടന്ന് പറയുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ നദീറ, ഓക്കെ, യെസ്, താങ്ക് യു. ബാക്കിയുള്ളവരും കമന്റ് ചെയ്യൂ. യെസ്.
സനിൽ യെസ്, സാംസങ്, ബിന്ധ്യ ഓക്കെ, യെസ് യെസ് നോട്ടഡ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി അതില് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം നേരിടുന്നു? അസുഖ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മാറില്ല, ഈ അസുഖം ഒരിക്കലും മാറിപ്പോവില്ല എന്നുള്ള ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ അകത്തുണ്ടോ? ഏത് അസുഖമാണ് അങ്ങനെയുള്ള അസുഖം? ഈ അസുഖങ്ങൾക്ക് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നാൽ മരുന്നില്ല എന്നൊരു പക്ഷേ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് പറയും. കാരണം നിങ്ങളുടെ ടെൻഷനും ആങ്സൈറ്റിയും നിങ്ങൾ മാറാതെ ഈ അസുഖങ്ങൾ മാറില്ല. മരുന്ന് കുടിക്കാൻ നിന്നാൽ സ്ഥിരം മരുന്ന് കുടിക്കേണ്ടി വരും. ആ ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം, ആ ഒരു വിശ്വാസ സംഹിത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇത് മാറ്റാൻ സാധിക്കില്ല. ഇനി സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, അത് ഓരോന്നായിട്ട് നിങ്ങൾ നോക്കണം. പൈസ ഉള്ളവരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പൈസ ഉള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമല്ല, അവർക്കൊന്നും സമാധാനമില്ല, അവരൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും പൈസയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ബോഡി മൈൻഡ് ഒക്കെ വിചാരിക്കുക. നിങ്ങൾക്ക് പൈസ മുന്നിൽ വരാനുള്ള അവസരങ്ങൾ നിങ്ങൾ മുന്നിൽ കാണില്ല. അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് പൈസയെ കുറിച്ച് നല്ല ചിന്തയായിരിക്കണം. പൈസ കിട്ടിയാൽ മനസ്സമാധാനം പോവും തുടങ്ങിയ തെറ്റായ ചിന്തകളില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല ട്ടോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പൈസ കിട്ടിയാൽ നമ്മുടെ സമാധാനം പോവും, നമ്മുടെ ശാന്തി പോവും, പിന്നെ ആകെ ടെൻഷൻ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയല്ല. നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ല, നിങ്ങൾ ടെൻസ്ഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടിയാലും നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കും. കാരണം നിങ്ങളുടെ മൈൻഡിന്റെ അകത്തുള്ള പ്രശ്നം നിങ്ങൾ പരിഹരിച്ചിട്ടില്ല. അത് പരിഹരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ടെൻഷനും ആങ്സൈറ്റിയും പോവും. പൈസ വരാം, പൈസ ഇല്ലാതിരിക്കാം. എല്ലാവർക്കും പൈസ ആയിരിക്കില്ല ട്ടോ പ്രശ്നം. പൈസ ഒരു വിഷയമല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് പൈസ എത്ര പൈസ വേണമെങ്കിലും നിങ്ങൾക്ക് അധ്വാനിച്ച് നേടാം. അതാണ് പൈസയെ കുറിച്ച് ഉണ്ടാവേണ്ട വിശ്വാസം. പൈസ നിങ്ങൾക്ക് ഒരുപാട് പൈസ കുമിഞ്ഞുകൂടാ എന്നുള്ളതല്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പൈസ നമുക്ക് വേണം. അതിന് ബാക്കിയൊന്നും തടസ്സമല്ല. ബാക്കി സംഭവങ്ങൾ, എൻ്റെ മനസ്സമാധാനം അതുകൊണ്ട് പോവില്ല, ബാക്കി ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല. ഇത് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ശരിയായ രീതിയിൽ ചിന്തിച്ചാൽ എൻ്റെ ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട്. എൻ്റെ വിശ്വാസ സംഹിതകള്, എൻ്റെ തെറ്റായ ചിന്തകൾ കാരണം എനിക്കത് കണ്ടെത്താൻ പറ്റാത്തതാണ്. നമുക്ക് ചുറ്റും ഒരുപാട് മാർഗങ്ങളുണ്ട്. പലപ്പോഴും പലരും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുക, ശ്ശോ! ഇത്രയും നല്ല ഒരു അവസരം ഉണ്ടായിരുന്നോ, ഞാൻ എന്തുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഓക്കെ, കമന്റ് ഓക്കെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ അസുഖങ്ങളുടെ കാര്യം, മാനസിക ടെൻഷൻ, സമ്മർദ്ദത്തിന്റെ ഒക്കെ കാര്യം എടുത്താലും നമ്മുടെ ശരീരം, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, 27 ദിവസം കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് തൊലിയും ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഒരല്പം പോലും ബാക്കിയാവുന്നില്ല. കംപ്ലീറ്റ് തൊലിയും 5 മാസം കൊണ്ട് നിങ്ങളുടെ ലിവർ കംപ്ലീറ്റ് പോകുന്നുണ്ട്. ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ഇത്രയും ഉറപ്പുള്ള നമ്മുടെ എല്ലുകൾ പൂർണ്ണമായിട്ടും, നമ്മൾ ചെറിയ കുട്ടികളില്ലേ കട്ട കൊണ്ട് കളിക്കൂലേ, ഉണ്ടാക്കുന്നു പൊളിക്കുന്നു, ഉണ്ടാക്കുന്നു പൊളിക്കുന്നു, അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഇതൊക്കെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ശരീരമൊക്കെ ഇപ്പം 2023 മോഡലാണ്, 2023. അപ്പൊ അത്രയും പുതിയതാണ് നമ്മുടെ ശരീരം. നമ്മുടെ വിശ്വാസങ്ങളോ, അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. നമ്മൾ ചെറുപ്പകാലത്ത് കേട്ടു, നമ്മുടെ പഴയ തലമുറ അവരുടെ ചെറുപ്പകാലത്ത് കേട്ടു. അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമ്മളകത്ത് നമ്മൾ കൊണ്ട് നടക്കുന്നു. നമ്മുടെ ശരീരത്തിന് 1 വർഷം പഴക്കമുള്ളൂ, നമ്മുടെ വിശ്വാസങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ വിശ്വാസങ്ങളിൽ നമുക്ക് ആവശ്യമില്ലാത്തത് മാറ്റണം.
അവിടെ പകരമായിട്ട് ഈ സംഭവങ്ങൾ എനിക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഇത് എൻ്റെ മൈൻഡിലുള്ള പ്രശ്നമാണ്. ഇത് ഞാന് മാറ്റം വരുത്തിയാൽ എൻ്റെ ലൈഫില് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. സൈനസിനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. സൈനസിനകത്തുള്ള കഫം നമ്മുടെ ശരീരത്തിന് തന്നെ ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളത് വിശ്വസിച്ചു കൊണ്ടിരുന്നാൽ ഇത് മാറില്ല. സൈനസൈറ്റിസ് വന്നവർക്കൊന്നും അസുഖം മാറില്ല എന്ന് പറഞ്ഞു. കാരണം അവരൊക്കെ ഈ വിശ്വാസ സംഹിതയുടെ ഉള്ളിലാ കിടക്കുന്നെ. അതുകൊണ്ടാണ് അവരുടെ അസുഖം മാറാത്തെ. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സൈനസൈറ്റിസ്, അലർജി മാറി, മരുന്നൊക്കെ നിർത്തി. ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കും കാണാൻ പറ്റും. കുറച്ച് ആൾക്കാരെ വേണമെങ്കിൽ ഇതിൽ കൊണ്ടുവരണ്ട്. മാറിപ്പോവുന്നുണ്ട് നിങ്ങൾ ഈ വിശ്വാസ സംഹിതയുടെ പുറത്ത് കടന്നാല്. അലർജി സംബന്ധിച്ച അസുഖങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് കോഡ് ചെയ്യപ്പെട്ട ഇൻഫോർമേഷൻ, ഡാറ്റ തെറ്റിപ്പോകുന്നതാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ അകത്ത് കോഡ് ചെയ്യപ്പെട്ട സംഭവങ്ങളില് ചില പൊടി, അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ലാത്ത പെറ്റ്സ്, നമ്മുടെ വീട്ടിലൊക്കെ പെറ്റ്സിന്റെ ഒക്കെ പൊടി, അതൊക്കെ ഒരു ശത്രുവായിട്ട് നമ്മുടെ ശരീരം കാണുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അതിനെതിരെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് അലർജി ആയിട്ട് വരുന്നത്. അതിന് എന്താ ചെയ്യുക? തൽക്കാലം അലർജി കുറക്കാനുള്ള മരുന്ന് കഴിക്കും. അതിന് പകരം നിങ്ങളുടെ ബ്രെയിൻ റീവയർ ചെയ്യാനും ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മൊത്തം ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് അതിന് സാധിക്കും. നിങ്ങളുടെ മൈൻഡ് കൊണ്ട്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ട് അതിന് സാധിക്കും എന്നുള്ള വിശ്വാസം ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് കയറണം. നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം നമുക്ക് വിശ്വസിക്കാനുള്ള ഡാറ്റയല്ല. ഓരോ ദിവസം ഓരോ റിസർച്ച് നടത്തും. അതിനനുസരിച്ച് ഓരോരുത്തർ ഓരോ ഡാറ്റ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പലതും വെരിഫൈ പോലും ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മുടെ തലയിൽ കയറ്റി നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കാനുള്ളതല്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ലൈഫിന്റെ കടിഞ്ഞാണ്, പ്രധാനപ്പെട്ട ആ ഒരു കീ ആയിട്ടുള്ള സംഭവം ശരിയായിട്ടുള്ള സ്ഥാനത്ത് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ അവയർനെസ്. നമുക്ക് മുമ്പ് ഒരുപാട് ആളുകൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്റ്റീവ് ജോബ്സിന്റെ എക്സാമ്പിള്. ഒപ്ര വിൻഫ്രെ നല്ലൊരു ആങ്കർ ആയിരുന്നു, അമേരിക്കൻ ആങ്കർ ആയിരുന്നു. ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത. അതുപോലെ തന്നെ ഇന്ത്യയിലും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് അതിന് കാണാൻ പറ്റും. ഒരുപാട് കാലമായിട്ട് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. വെറുതെ വേദനകൾ വരുന്നു. ഓക്കെ, ഗോൺ. യെസ്, ഐ തിങ്ക് മൈ മൈഗ്രെയിൻ നെവർ ഗോൺ. അങ്ങനെയില്ല. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തലക്കകത്തുള്ള ബ്ലഡ് വെസലുകള്, രക്തക്കോയിലുകൾക്ക് നിങ്ങൾ അമിതമായിട്ട് സമ്മർദ്ദം കൊടുത്തു. സാധാരണ രക്തക്കോയിലുകള് ചുരുങ്ങുന്നതും വികസിക്കുന്നതിനും ഒരു സമയമുണ്ട്, ഒരു റിതം ഉണ്ട്, ഒരു താളമുണ്ട്. താളാത്മകമായിട്ടാണ് കാര്യങ്ങൾ തലക്കകത്ത് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരത്തിന് അത് സെൻസ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ഈ ബ്ലഡ് വെസൽസ് ചുരുങ്ങും, ചില സമയത്ത് വലുതാവും ഒക്കെ ചെയ്യും. അപ്പം നിങ്ങളുടെ അവിടെയുള്ള പെയിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഒക്കെ ആക്റ്റീവ് ആവും. നിങ്ങൾക്ക് തലവേദന വരും, മൈഗ്രെയിൻ വരും. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു താളമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വരാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരാം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിന്റെ, നിങ്ങളുടെ ടെൻഷൻസിന്റെ, നിങ്ങളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ കടിഞ്ഞാണ് നിങ്ങൾ ഏറ്റെടുത്താൽ മൈഗ്രെയിൻ ഒക്കെ നിങ്ങൾക്ക് ദൂരെ എടുത്ത് കളയാം. മൈഗ്രെയിന്റെ കാര്യത്തിലുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസമുണ്ട് മൈഗ്രെയിന് പോവില്ല, അത് സ്ഥിരമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടും എന്നുള്ളതൊക്കെ. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അതിൽ വരുന്നത് വീട്ടിലെ ആളുകൾക്ക് മൈഗ്രെയിൻ ഉള്ളത് കണ്ടിട്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അത് കണ്ട് അവരുടെ മൈൻഡിലും ഈ മൈഗ്രെയിൻ കയറിക്കൂടും. അതല്ലാതെ മൈഗ്രെയിൻ ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണ്. ഫസ്റ്റിൽ മൈഗ്രെയിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ആ മൈഗ്രെയിൻ കൊണ്ടുള്ള പേടി. അധികം ആൾക്കാർക്കും ഭയങ്കര പേടിയായിരിക്കും ആ സമയത്ത്. കാരണം അസഖ്യമായ തലവേദനയാണ്.
നല്ല ഹെഡ് പെയിൻ ഉണ്ടാവും. മൈഗ്രെയിൻ പേഷ്യൻസിന് പറഞ്ഞ മനസ്സിലാവുള്ളൂ. മൈഗ്രെയിൻ അതേപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കാണ് അത് പറഞ്ഞ മനസ്സിലാവുള്ളൂ. നല്ല വേദനയായിരിക്കും ആ സമയത്ത്. അപ്പോൾ തന്നെ അവർക്ക് അത് മൈൻഡില് ആ മൈഗ്രെയിൻ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞ ഒരു ട്രോമയായിട്ട് അവിടെ ഇങ്ങനെ കിടപ്പുണ്ടാവും. അതാണ് നിങ്ങൾ ഹീൽ ചെയ്ത് ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ മൈഗ്രെയിന് മാറാൻ. അതേപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കും. മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറിപ്പോയ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരെ. അവരൊക്കെ ഇതിൽ വിശ്വസിച്ചിരുന്നു. അവർക്ക് മൈഗ്രെയിൻ മാറ്റാൻ സാധിക്കും. അവരുടെ തലക്കകത്തുള്ള രക്തക്കൊഴലുകളുടെ നിയന്ത്രണം നമ്മുടെ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡുകളിലൂടെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നു. എല്ലാവർക്കും ഇതെല്ലാം അറിഞ്ഞിട്ടായിരിക്കില്ല ട്ടോ. ചിലവർക്ക് അവരതൊക്കെ വിട്ടു. അതിന്റെ സംഭവങ്ങളൊക്കെ വിട്ടു. മൈഗ്രെയിനെ കുറിച്ച് മറന്നുപോയി. ഓട്ടോമാറ്റിക്കലി നമ്മളെ തലക്ക് ഇങ്ങനത്തെ ഒരു സംഭവമേ ഓർമ്മയില്ല. ബാക്കിയുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിസി ആയിപ്പോയി. മൈഗ്രെയിൻ തിരിച്ചു വന്നില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട് ട്ടോ. ഇതെല്ലാം ഇതിന്റെ സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമാവണമെന്നില്ല. ഓക്കെ. അപ്പം നിങ്ങളുടെ തലക്കകത്തേക്ക് ഈ ഒരു അവയർനെസ്, ഈ ഒരു അവബോധം കയറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ചിന്തകള് നമ്മളിങ്ങനെ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. ഇത് നിരന്തരമായിട്ട് നിങ്ങളുടെ തലക്കകത്തേക്ക് കയറിയാലാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഞാൻ ഇന്നലെ ഒരു ബോട്ടിൽ കാണിച്ചു തന്നിരുന്നില്ലേ? വലിയൊരു ബോട്ടിൽ, അതിന്റെ മേലെ ചെറിയൊരു അടപ്പ്. ഈ അടപ്പാണ് നമ്മുടെ മനസ്സ്. വലിയൊരു ബോട്ടിൽ താഴെയുണ്ട്. ഈ അടപ്പിനെ പതുക്കെ പതുക്കെ തട്ടി തട്ടി നമ്മൾ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടണം. ഇത് എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഇത്രയും കാലം മനസ്സിലാവാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ദുരിതങ്ങൾ അനുഭവിച്ചത്, സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചത്, ബന്ധങ്ങളെ ഞാൻ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ടായിരുന്നു. എനിക്കിപ്പോ ഇത് മനസ്സിലായി. ഞാൻ ഇനി എൻ്റെ ആ നിയന്ത്രണം ഞാൻ ഏറ്റെടുക്കും. അത് നിങ്ങളുടെ സൈനസൈറ്റിസ് ആയിരിക്കാം, കഫക്കെട്ടായിരിക്കാം, നിങ്ങളുടെ മൈഗ്രെയിൻ ആയിരിക്കാം, ബാക്ക് പെയിൻ ആയിരിക്കാം, ഡിസ്ക് പുറത്തേക്ക് തള്ളി വരുന്നു. എന്തിനാണ് ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളി വരുന്നത്? നിങ്ങൾ ഓവർ പ്രഷർ, ടെൻഷൻ കൊടുത്തിട്ട് അല്ലേ? ഡിസ്കിന്റെ അകത്ത് ഓവർ ടെൻഷൻ വന്നിട്ടാണ് പുറത്തേക്ക് തള്ളി വരുന്നത്. അത് നിങ്ങൾ മുറിച്ചു കളഞ്ഞുകൊണ്ടേ ഇരുന്നാൽ എത്ര കാലം നിങ്ങൾ മുറിച്ചു കളയും? നിങ്ങൾ ഈ ടെൻഷൻസ് ഒഴിവാക്ക്. മാനസികപരമായിട്ടുള്ള ഈ വിശ്വാസങ്ങൾ ഒഴിവാക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിപ്പോവും. ഒരുപാട് പേരുടേത് മാറിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്കും എന്തുകൊണ്ട് അതിന്റെ ഭാഗമാവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അതിനായിട്ട് നിങ്ങൾ നിരന്തരം ഈ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ആം ഐ ക്ലിയർ? ക്ലിയർ ആണോ? അതോ കുറെ സംസാരിച്ചില്ല? ഇപ്പൊ നമുക്ക് മെഡിറ്റേഷൻ സെഷനിലേക്ക് കടക്കാം. ചെറിയ മെഡിറ്റേഷൻ. ഓക്കെ ഓക്കെ, ആം ഐ ക്ലിയർ? കമന്റ്, എല്ലാവരും കമന്റ് ചെയ്തേ. യെസ്. നോട്ട് ട്രൈ, യു ക്യാൻ. നോട്ട് ട്രൈ, ഐ വിൽ. ആ ട്രൈ എന്നുള്ള വേർഡ് അവിടുന്ന് ഒഴിവാക്കൂ. ഐ വിൽ, അത്ര മതി. ട്രൈ എന്ന് പറഞ്ഞാലല്ലേ അവിടെ ഒരു ചാൻസ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളത്. നോ, ഐ വിൽ. എന്നെ കൊണ്ടത് സാധിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇയാൻ ഗൗളർ 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ എന്ന് പുല്ല് പോലെ തിരിച്ചു വന്ന് ലോകാകെ സഞ്ചരിച്ച് മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? അവരും നമ്മളൊക്കെ ജീവിച്ചത് ഒരേ ഭൂമിയിലാണ്. നമ്മളെപ്പോലെ ശരീരവും മനസ്സും തന്നെയായിരുന്നു അവർക്കും. വ്യത്യാസം എന്തായിരുന്നു? അവരുടെ ആ വിൽ പവർ ആയിരുന്നു. അവരുടെ മനസ്സിലേക്ക് ആയത്തിൽ ഈ ഒരു അവയർനെസ് കയറി കൂടിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളും കെട്ടിപ്പിടിച്ചിരിക്കാണ്. ആ അവയർനെസ് നമ്മുടെ അകത്തേക്ക് നമ്മൾ ശരിക്ക് കയറ്റുന്നില്ല. നമ്മളിപ്പോഴും പറയുന്നത് അത് മറ്റേ ഇവിടെ കുറെ സ്റ്റഡി നടത്തിയിരുന്നു. 98% ആളുകൾക്കും പ്രശ്നം മാറിയിട്ടുണ്ട്. എന്നാലും 2% ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവാം. മറ്റേ മസാജ് സെൻ യൂണിവേഴ്സിറ്റിയിൽ വേറെ സ്റ്റഡി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകളും ഡേറ്റയും, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഡേറ്റയും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ.
ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മാറ്റി വെക്കുക. ഈ പഠനങ്ങള് അതൊരു വേറെ രസമാണ് കേട്ടോ. കുറെ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ വരുന്നത് ഇതിനാര് പൈസ കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് റിസർച്ച് പേപ്പറുകളൊക്കെ, ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതിന്റെ റിസൾട്ട് ചിലപ്പോ മറ്റേ കുറച്ച് മുന്നേ വരെ നമ്മൾ കേട്ടിരുന്നത് നമ്മുടെ ഓട്സ് ഭയങ്കര നല്ല ഭക്ഷണമാണ് എന്നായിരുന്നു. ഇന്ന് പുതിയ പഠനങ്ങളിൽ അവർ പറയുന്നത് ഓട്സ് അത്ര നല്ല ഭക്ഷണമല്ല എന്ന്. കാരണം അന്ന് അതൊക്കെ ഫണ്ട് ചെയ്തിരുന്നത് ക്വാക്കർ ഓട്സ് എന്ന് പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഇൻഫോർമേഷൻസ് എല്ലാം എടുത്ത് അതൊക്കെ തലയിൽ കയറ്റി വെക്കാനുള്ളതല്ല. അതിനെയൊക്കെ നിങ്ങൾ ഡിലീറ്റ് ബട്ടൺ അടിക്കേണ്ടതുണ്ട്. അതൊക്കെ ഒഴിവാക്കി വിടുക. ഈ ഒരു അവയർനെസ് ആണ് നിങ്ങൾ അകത്തേക്ക് കയറ്റുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും. ഓക്കെ ഓക്കെ, ഐ വിൽ, ഓക്കെ അങ്ങനെയാണ് പറയേണ്ടത്. ഐ വിൽ ട്രൈ, ഐ വിൽ, മൈ ലെവൽ ബെസ്റ്റ് ഒന്നല്ല, ഐ വിൽ, എന്നെ കൊണ്ടത് സാധിക്കും എന്നുള്ള അഫർമേഷൻ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരം ഒരു വർഷം കൊണ്ട് നമ്മുടെ എല്ലുകൾ അടക്കം മാറിപ്പോകുന്നുണ്ട്. പിന്നെ എന്താണ് ബാക്കിയാവുന്നത്? എന്താണ് ബാക്കിയാവുന്നത്? നമ്മുടെ ഈ ബിലീഫ് സിസ്റ്റം. ഈ അസുഖങ്ങൾ മാറില്ല, സാമ്പത്തികപരമായിട്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, രക്ഷപ്പെട്ടവരും സന്തോഷത്തിലല്ല ജീവിക്കുന്നത്, പൈസ വന്ന സമാധാനം നഷ്ടപ്പെടും. മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അകത്തുണ്ടാക്കേണ്ടതാണ്. അതിന് പൈസയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് നിങ്ങളുടെ അകത്തേക്ക് കൊടുക്കണം. ഓക്കെ ഓക്കെ, ഇതില് നിങ്ങൾ എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ തയ്യാറുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്കൊരു സ്മാൾ മെഡിറ്റേഷൻസിലേക്ക് കടക്കാം. ആർ യു റെഡി? കമന്റ് റെഡി ഓർ ആർ, കമന്റ് റെഡി ഓർ ആർ. മെഡിറ്റേഷനിലേക്ക് കടക്കാം. ആർ യു റെഡി? ആർ ഓർ റെഡി? ഓക്കെ ഓക്കെ, ആർ. എല്ലാവരും കമന്റ് ചെയ്യട്ടോ, മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, കുറെ കമന്റ്സ് വരുന്നുണ്ട്. എല്ലാവരും കമന്റ് ചെയ്യുക. നമ്മളെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും കമന്റ് ചെയ്യുക. പരമാവധി ആളുകൾ വീഡിയോ ഓൺ ആക്കി തന്നെ ഇരിക്കുക. ഓക്കെ, പരമാവധി എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, റെഡി റെഡി. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് സ്മാൾ മെഡിറ്റേഷൻസിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും നല്ല ഒരു സ്ഥലത്ത്, കാമായിട്ടുള്ള സ്ഥലത്ത്, പരമാവധി കാമായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക. ചിലവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കിടക്കാം. ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ ഇരിക്കുക. ഓക്കെ, റിലാക്സ് ചെയ്തിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. അതെല്ലാവർക്കും എല്ലാ സമയത്തും ചിന്തകൾ ഉണ്ടായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, ഫസ്റ്റില് ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് ഞാൻ പറഞ്ഞെന്ന് കുറെ ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരിക്കും. എങ്കിലും ഇന്ന് പുതിയ വന്ന ആളുകൾക്കായിട്ട് ഞാൻ ബ്രീത്തിങ് എക്സസൈസ് കാണിച്ചു തരാം. നിങ്ങൾ സാധാരണ ശ്വാസം എടുക്കുന്ന പോലെ നോർമലായിട്ടൊരു ബ്രീത്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്ര ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ പുറത്തേക്ക് വിടുക. ഓക്കെ, ഡു ഇറ്റ്. സ്മോൾ, ഡീപ്പ്, എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ, എഗെയിൻ ഡു ഇറ്റ്. ചെറുതായിട്ട് ശ്വാസം എടുക്കുക, ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ഓക്കെ, ദിസ് ഈസ് ബ്രീത്തിങ് എക്സസൈസ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം കാമായിരിക്കും. നമ്മുടെ തലയിലെ മിഡ് ബ്രെയിനിലെ 2 ഏരിയ ഉണ്ട്, നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഏരിയാസ്. ഇതിലേക്ക് നമ്മൾ സിഗ്നൽ പാസ് ചെയ്യാണ്. എഗെയിൻ ഡു ഇറ്റ്. ശ്വാസം സ്മോളായിട്ട് ശ്വാസം എടുക്കുക, ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, എന്നിട്ട് പതുക്കെ പുറത്തേക്ക് പുറത്തേക്ക് ശ്വാസം വിടുക. സ്മോൾ, ഡീപ്പ്, പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. പതുക്കെ പതുക്കെ പുറത്തേക്ക് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ വിസിലൂതിലോ അതേപോലെയാണ് ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടേണ്ടത്. സ്മോൾ, ടേക്ക് ഡീപ്പ് ബ്രീത്ത്, എന്നിട്ട് ശ്വാസം ഊതി വിടുന്നത് പോലെ പതുക്കെ പുറത്തേക്ക് വിടുക. ഓക്കെ, ദിസ് ഈസ് ബ്രീത്തിങ് എക്സസൈസ്. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ,
ഇനി നിങ്ങൾക്ക് പതുക്കെ കണ്ണുകൾ അടക്കാം. നിങ്ങളുടെ കണ്ണുകൾ അടക്കുക. ഓക്കെ, കണ്ണുകൾ അടക്കുക. ഇനി റിലാക്സേഷൻ ആണ്. നിങ്ങൾക്ക് റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈകൾ രണ്ടും റബ്ബ് ചെയ്യുക. അത് എങ്ങനെ നിങ്ങൾക്ക് റബ്ബ് ചെയ്യാം? വിരലുകളിൽ റബ്ബ് ചെയ്യാം, കൈകൾ ഒന്നിച്ച് റബ്ബ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് റബ്ബ് ചെയ്യാം. ദാറ്റ്സ് ഓക്കെ. പതുക്കെ റബ്ബ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഇത്രയും കാലം എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, എൻ്റെ ദുരിതങ്ങൾ ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടായിരുന്നു. എൻ്റെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ്, അതേപോലെ തന്നെ ഞാൻ വിചാരിച്ച തെറ്റായ സംഭവങ്ങൾ എൻ്റെ മനസ്സിനകത്ത് ഒരുപാടുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് അവസരങ്ങളെ കാണിക്കാതിരുന്നത്. എൻ്റെ അസുഖങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നതിൻ്റെ കാരണം അതായിരുന്നു. എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഐ വിൽ, ഞാൻ മാറ്റം വരുത്തിയിരിക്കും എൻ്റെ പ്രശ്നങ്ങൾക്ക്. ഈ ഒരു അവബോധത്തിൻ്റെ ശക്തിയിൽ എനിക്ക് എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, എൻ്റെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, എൻ്റെ അസുഖങ്ങൾ, അത് ഏത് പ്രശ്നമായിരുന്നാലും, ഡിപ്രഷനോ ആങ്സൈറ്റിയോ, നിങ്ങളുടെ ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ ആയിരുന്നാലും, ഈ അവബോധത്തിൻ്റെ ശക്തിയിൽ, പവർ ഓഫ് അവയർനെസ്സിൽ എനിക്കത് മാറ്റാൻ സാധിക്കും. ഐ വിൽ ടേക്ക് സ്മോൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്. എന്നിട്ട് ശ്വാസം പതുക്കെ പുറത്തേക്ക് ഊതി വിടുക. ടേക്ക് സ്മോൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്. ശ്വാസം പുറത്തേക്ക് പതുക്കെ ഊതി വിടുക. നിങ്ങളുടെ കൈകൾ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഓക്കെ, കൈകൾ റബ്ബ് ചെയ്യുക നന്നായിട്ട്. ശ്വാസം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഈ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള, എൻ്റെ അസുഖങ്ങൾക്കുള്ള, ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അകത്താണ്. പ്രശ്നം എൻ്റേതാണ്. ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ എൻ്റേതാണ്. അതിനുള്ള പരിഹാരവും എൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ അകത്താണ് അതിനുള്ള പരിഹാരം ഉള്ളത്. അത് ഞാൻ കണ്ടെത്തി എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കും. എനിക്കതിന് സാധിക്കും. ഐ വിൽ എന്നുള്ള അഫർമേഷൻസ് കൊടുക്കുക. ഐ വിൽ, ഐ ക്യാൻ ഡു ഇറ്റ്. ഒരുപാട് അനാവശ്യ വിശ്വാസ സംഹിതകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മാറ്റി അവിടെ ഈ ഒരു അവയർനെസ്, ഈ ഒരു അവബോധം പകരം കയറ്റിയിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തീർക്കും. റബ് യുവർ ഹാൻഡ്സ്, ടേക്ക് ഡീപ് ബ്രത്ത്. എന്നിട്ട് നിങ്ങളുടെ ഹാൻഡ്സ് എടുത്ത് നിങ്ങളുടെ മുഖത്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ മുഖത്തെ എല്ലാ ഭാഗത്തും വെക്കുക. നിങ്ങളുടെ ഹാൻഡ്സ് എടുത്ത് നിങ്ങളുടെ മുഖത്ത് വെക്കുക. ഓക്കെ, ടേക്ക് സ്മോൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. സ്മോൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. നിങ്ങളിപ്പം റിലാക്സേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് നിങ്ങളുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾ സങ്കല്പിക്കുക, ഞാൻ ഇപ്പോൾ റിലാക്സ്ഡ് ആണ്. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇനി ഞാൻ ഓടി നടക്കേണ്ട കാര്യമില്ല. ഐ ആം റിലാക്സ്ഡ്. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ എന്തിന് വിഷമിക്കണം? ഞാൻ എന്തിന് ഓടി നടക്കണം? അത് എൻ്റെ അകത്തുനിന്ന് മറ നീക്കി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഐ ക്യാൻ സീ ഇറ്റ്. എൻ്റെ അകത്തുനിന്നും അത് മറ നീക്കി അതിനുള്ള പരിഹാരങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എൻ്റെ അകത്തുനിന്ന് തന്നെ കാണുന്നുണ്ട്. നമ്മുടെ മൈൻഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള അവസരങ്ങൾ എല്ലാം നമുക്ക് മുന്നിൽ കാണും. നമ്മുടെ എനർജി വൈബ്രേഷൻസ്, മൈൻഡിൻ്റെ വൈബ്രേഷൻസ് ഹയർ ഫ്രീക്വൻസിയിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹയർ ഫ്രീക്വൻസി ആയിട്ടുള്ള ആളുകളായിട്ട് നമുക്ക് ബന്ധം വരും. നമുക്ക് പൈസ, നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ട് റിച്ച്നെസ് വരും. നമ്മുടെ അസുഖങ്ങളിലും അതേ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഹെൽത്തി, ഹാപ്പി, റിച്ച് മൈൻഡ് സെറ്റ് എന്നിലേക്ക് വരുന്നുണ്ട്. എനിക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇമാജിൻ എത്ര നന്നായിട്ട് നിങ്ങൾ
ഇമാജിൻ ചെയ്യുന്നോ സങ്കല്പിക്കുന്നോ എന്നുള്ളതല്ല, നിങ്ങൾ വീണ്ടും വീണ്ടും സങ്കല്പിക്കുക. ഐ ക്യാൻ ഡു ഇറ്റ്. അത്രേ ഉള്ളൂ സംഭവങ്ങളൊക്കെ. ഒരുപാട് പേര് എനിക്ക് മുന്നേ അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ശേഷം ഇനി ഒരുപാട് പേര് ഈ അവയർനെസ്സിന്റെ പവറിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഭാഗമാവും. എനിക്കും അതിൻ്റെ ഭാഗമാവാൻ സാധിക്കും. അതിനുള്ള പവർ എൻ്റെ ശരീരത്തിലുണ്ട്. എനിക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ടേക്ക് സ്മോൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. ഓക്കെ, ടേക്ക് സ്മോൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്. പതുക്കെ പുറത്തേക്ക്, പതുക്കെ പതുക്കെ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട് ഇത് നിർത്താം. ഓക്കെ, താങ്ക് യു. ഇത്രയും ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് കണ്ണ് തുറക്കാം, എണീക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ തയ്യാറുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ടൈമാണ് എടുക്കുക. ഓക്കെ, 55 വയസ്സില് ബരാക് ഒബാമ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയപ്പം 60 വയസ്സിലാണ് അടുത്ത ആള് കയറി വരുന്നത്. ഓക്കെ, എല്ലാവരും എണീറ്റില്ലേ? ഓക്കെ, ഉഷാറല്ലേ? വാട്ട് യു ഫീൽ? കമന്റ് ചെയ്യൂ. വാട്ട് യു ഫീൽ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ബാക്കിയുള്ള ഡൗട്ട്സ് കമന്റ് ചെയ്യൂ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ടൈം പീരീഡ് ആണ് എടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങളുടെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ, നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ അവബോധം നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. വീണ്ടും വീണ്ടും. എങ്കിലേ നമ്മുടെ മനസ്സിനകത്തേക്ക് ആഴത്തിൽ കയറുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ ആ ചിന്താ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ അത് പെട്ട് കിടന്നുകൊണ്ടേയിരിക്കും. റെഡി? ഓക്കെ, റെഡി. നിങ്ങളുടെ ആ ചിന്താ ലൂപ്പിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടേയിരിക്കും. മനസ്സിന്റെ അകത്തേക്ക് വലിയൊരു മനസ്സുണ്ട്. ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലായിരുന്നോ? വലിയ ഒരു ചെറിയ ഒരു ഐസ് പാളിന്റെ അകത്ത് വലിയൊരു ഐസ് പാളിയുണ്ട്. അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ അഫോമേഷൻസ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച്, നിങ്ങൾക്ക് എത്ര ആൾക്ക് ഇതിൽ ഡ്രൈവിംഗ് അറിയാം? ഡ്രൈവിംഗ് പഠിച്ച സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് നമ്മൾ എല്ലാം ശ്രദ്ധിച്ചായിരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. ആക്സിലേറ്റർ, മറ്റേ അതേപോലെ തന്നെ ക്ലച്ച്, എല്ലാം നമ്മൾ ഓക്കെ ഗുഡ് മോർണിംഗ് ശ്രദ്ധിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മളതൊക്കെ മറന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കലി വണ്ടി പോകണമെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കും. ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കും. നിർത്തണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് പിടിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ തന്നെ കാറാണെങ്കിൽ 1 2 3 4 5 ഗിയറുകൾ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇതെന്ന് പറഞ്ഞാല് നമ്മൾ അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് ബിഹേവിയർ ആണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഒരു രീതിയിലേക്ക്, ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ ഈ അവയർനെസ് നിങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കും. ശരിക്കും മിറാക്കിൾസ് ഒന്നും അല്ല കേട്ടോ, നമുക്ക് മുന്നുള്ള ഒരുപാട് ആളുകൾ ചെയ്ത സംഭവം തന്നെയാണ് ഇത്. മിറാക്കിൾസ് അല്ല. എന്നാലും നമ്മളെ സംബന്ധിച്ച്, ഒരുപാട് ആളുകളെ സംബന്ധിച്ച്, ഇതിനെ കുറിച്ച് അറിയാത്ത ആളുകളെ സംബന്ധിച്ച്, ഇതിൻ്റെ ഒരു അവബോധത്തിന്റെ പവർ മനസ്സിലാകാത്ത ആളുകളെ സംബന്ധിച്ച് ഇതൊരു അത്ഭുതം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിലും അങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഈ അഫർമേഷൻസ് വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ വിചാരിച്ച ലൈഫ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, ദിസ് ആൾ ഫോർ ടുഡേ. ആർക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ഇത്രയാണ്. അപ്പൊ നമ്മുടെ ഈ ബിലീഫ് സിസ്റ്റംസിനെ നമ്മൾ മാറ്റി പൊളിച്ചെഴുതാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ലൈഫിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം എന്നിട്ട് നിർത്താം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ഓക്കെ,
കമന്റ് ബോക്സിൽ പറയാം. അൺമ്യൂട്ട് ചെയ്യാം ഞാൻ. ഓക്കെ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കൺഫർമേഷൻ കണ്ടീഷൻ പറയാം. ഓക്കെ, നമ്മൾ ഈ സെഷനിൽ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഇന്നത്തെ സെഷൻ തൊട്ട് നമ്മൾ മിക്കവാറും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് ബാക്കിയുള്ള ചിലർക്ക് ചിലപ്പോൾ സമയത്തിന്റെ പ്രശ്നങ്ങൾ കാരണം സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കാം. അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ യൂട്യൂബിൽ ഈ സെഷൻസ് ഇട്ട് കൊടുക്കും. വേറെ എന്തെങ്കിലും ആരെങ്കിലും പറയാനുണ്ടോ? ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു. പറയൂ. ഓക്കെ, നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.